आज का संदेश के लिए भजन संगीता हम 112 से हम पढ़ेंगे. അതിന്റെ 6-ാം വാക്യം. 112 का 6. അവിടെ ഒരു നീതിമാന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. वहां पर धार्मिक जन के विषय में बोलते समय में वो कहता है कि वो कभी गिरेगा नहीं, बल्कि वो हमेशा अटल रहेगा. ദൈവത്തിന്റെ ഓർമ്മയിൽ ഒരു നീതിമാൻ ഇരിക്കുന്ന വിഷയമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. परमेश्वर की उपस्थिति में एक धर्मी जन जो अटल बना रहता है, उसके बारे में है. എന്തുകൊണ്ടാണ് ഒരു നീതിമാൻ എന്നെ ദൈവം എപ്പോഴും ഓർക്കുന്നത്? ऐसा क्यों है कि एक धर्मी जन को प्रभु हमेशा याद रखता है? നമ്മുടെ ആത്മീയ നിലവാരം അനുസരിച്ച് നമ്മൾ ദൈവത്തെ ഓർക്കുകയോ മറക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് വേരിയേഷൻ ഉണ്ട്. നമ്മുടെ ദേഹിക്ക് അങ്ങനെയോ ആകാം ഇങ്ങനെയോ ആകാം എന്നൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ സംബന്ധിച്ചോളം ദൈവം എപ്പോഴും തന്റെ വിശുദ്ധന്മാരെ ഓർക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നു. एक विश्वासी के जीवन में देखा जाए तो उसमें हमेशा उतार चढ़ाव आता है, आत्मिकता में कम ज्यादा होता ही है. ये एक विश्वासी का स्वाभाविक जीवन में जीते समय में ऐसा ऊपर और नीचे अवस्था होता ही है. परंतु हमारे प्रभु का स्वभाव देखा जाए तो हर परिस्थिति में प्रभु हमें प्रेम करता है. കാരണം ദൈവം നമ്മുടെ പാപങ്ങളെയാണ് മറക്കുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ ആ പാപങ്ങളെയാണ് ദൈവം മറക്കുന്നത്, നമ്മളെ അല്ല മറക്കുന്നത്. क्योंकि प्रभु भूलता है करके बोलते समय में हमने जो किए हुए पाप है वो पापों को प्रभु भूल जाता है, हमें नहीं भूलता. അപ്പൊ നമ്മുടെ ദേഹിയെ വീണ്ടെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ, നമ്മളെ ഒരു നല്ല ദൈവമകനായി തീരുന്നതിനുള്ള ബന്ധത്തിൽ നമ്മുടെ ദേഹിയിൽ കർത്താവിന്റെ ഓർമ്മ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതാണ് ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ള വചനം കൊണ്ട് അർത്ഥമാകുന്നത്. इसके लिए जब आप वचन पढ़ते समय में मन फिरकर रूपांतर होकर प्रभु को वो करो करके बोलते समय में रूपांतर करो, मतलब प्रभु को याद करना ही है उसका सही अर्थ है. നമ്മള് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം മനസ്സിന് അങ്ങനെ ഒരു പ്രവണതയുണ്ട്, എന്തെങ്കിലും ഓർക്കും. क्योंकि हमारा मन का एक स्वाभाविक आदत है, स्वभाव देखते समय में वो हमेशा कुछ ना तो कुछ याद करते रहता है, स्मरण करते रहता है. എന്നാൽ ഞാൻ കർത്താവിനെ ഓർക്കും എന്നുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നമ്മുടെ ആത്മാവിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ അന്തർമന്ദിരത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷനിൽ നിന്നും ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കും. परंतु हम हमेशा जब भी हम प्रभु को जब हम स्मरण करते समय में, तो वो क्या होता है, उस समय में हमारे आत्मा से, यानी कि हमारा जो विवेक है, हमारा अंदरूनी भाग से, हमारे विवेक से हमेशा वचन उत्पन्न होकर आता है. നമുക്ക് ദൈവത്തോടൊരു കൂട്ടായ്മ കിട്ടുന്നത് ദൈവം എപ്പോഴും നമ്മളെ ഓർക്കുന്നു. പക്ഷെ നമ്മൾ ഓർക്കാത്തപ്പോൾ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു കൂട്ടായ്മയില്ല, ദൈവവുമായിട്ട് ഒരു സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. हमें संगति का विषय आते समय में प्रभु को हमेशा हमारे साथ का संगति है, परंतु हम जब प्रभु में बना नहीं रहता है तो तब हमको संगति में प्रभु के साथ संगति करने को नहीं हो पाता. അപ്പൊ നമുക്ക് കുറഞ്ഞത് നമ്മളെ യെശയ്യാവിന്റെ പുസ്തകം 53 സങ്കീർത്തനം 22 വായിച്ചാൽ നമ്മളെ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവമാണ് ആദ്യം നമ്മളെ ഓർക്കുന്നത്, നമ്മളെ കരുതുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് വില കൽപ്പിക്കുന്നത് എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. अगर हम लोग इज़ाया का पुस्तक 53 अध्याय और भजन संगीता 22वां अध्याय, ये सब अध्याय को अगर हम ध्यान से पढ़ेंगे तो उसमें एक बात समझ में आता है कि प्रभु हमसे बहुत प्रेम करता है, वो हमको बहुत याद करता है, और ये बड़ा प्रभु है जिसने हमसे पहला प्रेम किया. അപ്പോൾ ദൈവം നമ്മളെ ഓർത്തത് കൊണ്ട് മാത്രമാകുന്നില്ല, നമ്മൾ കൂടെ ദൈവത്തെ ഓർക്കുമ്പോഴാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ലഭിക്കുന്നത്. परंतु संगति कभी पूर्ण होता है, सिर्फ प्रभु अकेला हमें याद करेगा तो संगति पूरा नहीं होता, बल्कि उस प्रभु को याद करते, प्रभु जब हमको याद करते समय में, हम जब प्रभु को याद करते, स्मरण में जब बने रहते समय में, तब वो संगति बनता है. ദൈവം യോശുവയോട് പറഞ്ഞ് യോശുവയെ ധൈര്യപ്പെടുത്തുന്നത്, മോശ മുഖാന്തരം ലഭിച്ച വചനം നീ എപ്പോഴും ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയുമ്പോൾ ഈ വചനം നിന്റെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഓർക്കണം എപ്പോഴും.
तो जब मूसा योशुआ के पास जब आते समय में उसको प्रोत्साहन करते समय में उसको क्या बोलता है, मूसा के द्वारा जो मिला हुआ वचन है उस वचन को तू पकड़े रखना, तू दाया मुड़े या बाया मुड़े किधर भी मुड़े तो उस वचन को पकड़े रहना, तब क्या होगा, तुम्हारे साथ संगति होगा, तब तू बलवंत पाएगा। उस वचन पर से के द्वारा ही संगति मिलता है। അപ്പൊ നമുക്ക് ദൈവം നമ്മളെ എപ്പോഴും ഓർക്കുന്നു എന്നുള്ളതിന് നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴല്ല അവൻ നമ്മളെ ഓർക്കുന്നത്. അവൻ എപ്പോഴും 24 മണിക്കൂറും നമ്മളെ ഓർക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവനെ ഓർക്കാൻ നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പോൾ ദൈവവുമായ ഒരു കൂട്ടായ്മ കിട്ടുന്നതാണ് നമുക്ക് ഒരു ദൈവിക സാന്നിധ്യ ബോധം നമുക്കുണ്ടാകുന്നു. ഞാൻ ദൈവസന്നിധിയിലാണ് എന്നുള്ള ബോധത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ രണ്ട് ഓർമ്മകൾ തമ്മിൽ ഒരുമിച്ച് കൂടിച്ചേരുമ്പോഴാണ്. तो प्रभु को कभी भी ये बात याद दिलाने का जरूरत नहीं है कि हम प्रभु को याद कर रहे करके, क्योंकि प्रभु सर्वज्ञानी है, उसको पहले से मालूम है। हम लोग जब भी प्रार्थना करने जाएंगे बैठेंगे तभी प्रभु को अचानक याद नहीं आता है कि ये मुझे याद करा, ऐसा नहीं है। प्रभु हमेशा हमें याद करता है, परंतु हमारे विषय में कमी कटी रहता है जिसके वजह से संगति का पूर्तिकरण नहीं होता। परंतु जब वो संगति का पूर्तिकरण के विषय में जब आते समय में है, तभी है हमें वो सच्चा ज्योति में प्रभु का वो ज्योति और वचन में बना रहने का अवस्था का वो भाग में हम पहुंच सकते हैं। നമുക്ക് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം കർത്താവ് യോശുവയെ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുകയാണ്. काट पढ़ते समय में वहां पर हम देखते को അവിടെ വായിക്കുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് നിവർത്തിക്കാനുള്ള, ആ വചനത്തിലുള്ള എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വചനത്തിന്റെ ജീവനും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വ്യാപരിക്കും. तो वहां पर प्रभु जोशुआ को क्या बोलते हैं, इस व्यवस्था का जो भी बातें हैं वो तेरा चित्त से कभी ना उतरे और उसको दिन रात तू उसको ध्यान करते रहना। तो वो ध्यान करना, उसको मनन करना, हमेशा याद करना, ये बात प्रभु योशुआ से कहता है। നമുക്കറിയാം, ജഡത്തിന്റെ ചിന്ത അല്ലെങ്കിൽ ജഡത്തിന്റെ ഓർമ്മ നമ്മൾ മരണമേ കൊണ്ടുവരത്തുള്ളൂ. കാരണം ലോകത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും നമ്മളിൽ ദൈവികമായ ഒരു ഉത്സാഹമോ സന്തോഷമോ ഉളവാക്കുന്നില്ല. അത് ദൈവത്തിൽ നമ്മളെ വേർപെടുത്തുന്നു, നമ്മുടെ മനസാക്ഷിയെ അശുദ്ധമാക്കുന്നു, നമ്മുടെ മനസ്സിനെ അത് കുരുടാക്കുന്നു, പ്രകാശമില്ല, ഇരുട്ടിൽ തപ്പുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ ലോകചിന്തയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നത്. तो शरीर में मन लगाना तो मृत्यु है। तो शरीर में मन लगाते हैं, ये शारीरिक बातें जब सोचते समय में, उसको याद करते समय में मृत्यु होता है, जिसके वजह से शारीरिक चिंता करने की वजह से एक अंधकार का अवस्था में हम चले जाते हैं। അപ്പോൾ നമ്മുടെ മനസ്സ് കർത്താവിൽ നിന്ന് മാറിപ്പോകണമെന്നാണ് സാത്താനും ആഗ്രഹിക്കുന്നത്. शैतान का आग्रह यही है कि हमारा मन कैसा भी करके प्रभु से दूर हो जाए। മനസ്സ് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓർമ്മ, നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്. तो मन लगाना मतलब याद करने के विषय में है या स्मरण करना, क्योंकि मन से हम बातों को याद करते हैं, स्मरण करते हैं। അപ്പോൾ നമ്മൾ കർത്താവിനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനെ ഓർക്കുക എന്ന് പറയുന്നതാണ് അവനെ അറിയുക എന്ന് പറയുന്നത്. तो प्रभु को याद करना, प्रभु को स्मरण करना ही उसका दूसरा अर्थ है, हम उनको जानते हैं। അതായത് നമ്മൾ അവനെ മറക്കുന്നില്ല. यानी कि हम प्रभु को भूलते नहीं है। നമുക്ക് ഒട്ടും അധ്വാനമില്ല ഒരു കാര്യമാണ് ഒരു കാര്യം ഓർക്കുക എന്നുള്ളത്. हमें याद, किसी को याद करना बोला तो एक ऐसा काम है जिसमें कोई मेहनत नहीं लगता। നമ്മൾ എന്തെങ്കിലും ഓർത്തുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭൗമിക വിഷയങ്ങളോ ലോകത്തിന്റെ വിഷയങ്ങളോ ലോകത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളോ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഓർക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യ ബോധം നമുക്ക് നഷ്ടപ്പെടും. तो हमारा मन हमेशा कुछ ना तो कुछ सोचना, विचार करना, संकल्प करने का स्वभाव है। एक बार संसार का बात उसको पकड़ लेता है मन को, तो वो संसार की बातों में चला जाता है और उसके बारे में सोचते रहता है, उसी के बारे में मनन करते रहता है। ऐसा करते समय में प्रभु के साथ का नाता हमारा टूट जाता है।
അപ്പം ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ സന്തോഷവും സമാധാനവും നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മൾ കർത്താവിനെ ഓർക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോഴാണ് ഈ വചനത്തിൽ പറയുന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ ആനന്ദം, ക്രിസ്തുവിന്റെ അറിവ്, ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിന്റെ ബുദ്ധി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പ്രവേശിച്ച് നമ്മുടെ ഉള്ളിൽ അതിന് ഇടം കാണുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യ ബോധം കൊണ്ട് നമ്മൾ നിറയുന്നു. परंतु जो जो व्यक्ति सही रीति से प्रभु को सही रीति से स्मरण करता है, प्रभु याद करता है, वो वास्तव में प्रभु का उपस्थिति में बना रहता है। क्योंकि प्रभु को याद करते समय में, वचन के द्वारा याद करते समय में उसके सारे गुणों से हम भर जाते हैं। प्रभु जो प्रेम है, जो दया है, ये सब स्वभाव से हम जब भरते समय में हम वास्तव में प्रभु का उपस्थिति से भर जाते हैं। അപ്പൊ നമ്മള് ഇന്ന് പകൽ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു, അത് ദൈവവുമായി ബന്ധപ്പെടാത്ത ഉയരത്തിലെ ജ്ഞാനമാണ് ഓർമ്മയ്ക്ക് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ, ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ, ഈ ദേഹി വളരെ സുഖമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ പ്രസൻസിൽ എപ്പോഴും സന്തോഷിക്കാൻ ഇടയുണ്ട്. अगर आज दिन भर हमने प्रभु की उपस्थिति में, जब हम आज के दिन में रहते समय में अगर दिन भर प्रभु के बारे में या प्रभु के विषयों के बारे में याद करते रहते समय में, स्वर्गीय बातों में अगर मन लगाया है, आत्मिक बातों में मन लगाया है, तो हमारा प्राण में बहुत बड़ा शांति रहता है, क्योंकि वो प्रभु का एक उपस्थिति का अनुभव में जी रहा है। അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ശാപപരമായ കാര്യമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമായ കാര്യങ്ങളാണ്. കാരണം സ്വർഗത്തിലെ കാര്യങ്ങളാണ് അനുഗ്രഹമായിരിക്കുന്നത്. ഭൂമിയിലെ ഏത് കാര്യവും അതിലൊരു ശാപമുണ്ട്, അത് ഭൂമിയോട് അടുത്തതാണ്, അത് നശിച്ചു പോകുന്നതാണ്. तो हम लोग जब भी याद करते समय में या तो हम लोग ने आशीष की बातें याद किया होगा, या तो हमने श्राप की बातें याद किया होगा। जब भी हम लोग आत्मा का बात याद करते हैं, वो हमेशा आशीष में रहता है, क्योंकि स्वर्ग की बातें हमेशा आशीष है। भूमि की बातें, मिट्टी के बातें सोचता है तो उस भूमि के बातों में कोई न कोई बातों में श्राप की बातें में जुड़ा हुआ रहता है, उसमें कोई आशीष नहीं रहता। അപ്പൊ നമ്മള് ഭൂമിയിലുള്ള വിഷയങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ യേശു കർത്താവിനെ അകറ്റി നിർത്തിയുള്ള ചിന്ത മാത്രമാണ് ശാപം. ഏത് ഭൂമിയിലെ വിഷയവും ദൈവത്തിന്റെയും കൂടെ വിഷയമാണ്. നമ്മുടെ ഏത് കാര്യവും കർത്താവിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. तो अभी दुनिया में जब हम जीते समय में, भूमि में जीते समय में बहुत से बातों में हमें लेन देन करना रहता है, कार्य करना रहता है, परंतु उस सब बातों में अगर हमने प्रभु को छोड़कर प्रभु को अलग रखकर अगर सब काम कर रहे हैं, तभी वो श्रापित बनता है। क्योंकि ये हम लोग को हमारे जीवन में जो भी काम करते समय में सब बातों में प्रभु को मुख्य स्थान रखकर, प्रभु को पहलौटा रखकर हमें कार्य करना है। കർത്താവിന്റെ മനസ്സ് എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്വർഗീയമായ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുവിന്റെ മനസ്സിൽ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരുന്നത്. प्रभु जब इस दुनिया में जीते समय में वो हमेशा आशीष की बात है, यानी कि स्वर्ग की बात है, यानी कि परमेश्वर आपका इच्छा क्या है, तो आपने क्या क्या बातें सोचकर रखा है, उस इच्छा में हमेशा यीशु मसीह जानकर यीशु मसीह चलता था। അപ്പൊ എന്റെ ചിന്തയിൽ ഇടം പിടിക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹമാണോ ശാപമാണോ എന്ന് തിരിച്ചറിയാനുള്ള ദൈവിക പരിജ്ഞാനമാണ് നമ്മൾ സ്വർഗീയ ജ്ഞാനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. तो इसके लिए मैं प्रभु का बातें सोच रहा हूँ या अगर हम लोग आशीष की बातें सोच रहे हैं या श्राप की बातें सोच रहा है, ये बात का विषय की समझने के लिए ही तो है। हम लोग हमेशा स्वर्गीय बातें सोचेंगे तो हमें मालूम पड़ता है कि हम किस बारे में सोच रहे करके। അവൻ വളരെ കഷ്ടപ്പെട്ട് വില കൊടുത്ത് നമ്മളെ വാങ്ങിയത് കൊണ്ട്, നമ്മൾ അവന്റെ ഉടമസ്ഥതയിൽ ഉള്ളത് കൊണ്ട് കർത്താവിന് നമ്മളെ എപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ നമ്മൾ അവനെ വിട്ട് നമ്മൾ എന്തെങ്കിലും ഓർക്കുന്നതിൽ ഒന്നുകിൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നിരാശയും ദുഃഖവും വേദനയും കയ്പും മറ്റുള്ളവരുടെ അസൂയയും മറ്റുള്ളവരുടെ ദേഷ്യവും ഒക്കെ ഉളവാകുന്നത് നമ്മുടെ ഓർമ്മയിൽ എന്തോ ഭൂമിയിലുള്ളത് കടന്നു വന്നിട്ട് അത് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു. तो क्योंकि प्रभु ने हमें मूल दाम देकर खरीदा है, इसलिए हम लोग हमेशा प्रभु के लिए मूल्यवान लोग हैं। इसलिए प्रभु हमेशा हमारा स्मरण करता, हमें याद करता, हमारे बारे में सोचता रहता है। परंतु हम जब इस दुनिया में जीते समय में हम देखते कि बहुत बार इस जीवन में हमें ईर्ष्या आता है, गुस्सा आता है, द्वेष आता है, नफरत आता है। ये सब क्यों है? क्योंकि हम लोग हमारे जीवन में प्रभु को छोड़कर प्रभु को हटाकर हम लोग सोचते रहते हैं। प्रभु अगर हमारे जीवन में नहीं है, तब हमारे अंदर भेदभाव, नफरत, ईर्ष्या, श्राप की बातें हमारे अंदर रहता है। അപ്പൊ ഒരു നീതിമാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
നമ്മള് ആ നീതിമാന്റെ ചിന്ത തന്നെ അനുഗ്രഹമാണ്. നമ്മള് അതിന്റെ 10ാം അധ്യായം അതിന്റെ 7ാം വാക്യത്തിൽ हम लोग धर्मी जन का विचार, धर्मी जन के बारे में, आशीष के बारे में अगर सोच रहे हैं तो धर्मी जन का विचार ही एकदम आशीषमय है करके हम देखते हैं। नीति वचन में हम पढ़ते हैं प्रोवर्ब्स चैप्टर 10 वर्स 7. हाँ 10 का 7 में हम पढ़ते हैं। धर्मी को स्मरण करके लोग आशीर्वाद देते हैं, परंतु दुष्टों का नाम मिट जाता है। ഓക്കെ, എന്നുവെച്ചാൽ ഒരു നീതിമാന്റെ ജസ്റ്റ് അവൻ എന്ത് റിമെമ്പർ ചെയ്യുന്നോ അപ്പൊ അത് അനുഗ്രഹമാണ്. കാരണം അത് കർത്താവിനോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് അനുഗ്രഹം. കാരണം ക്രിസ്തു അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവന്റെ ഓർമ്മ, അവനെ കുറിച്ച് ചിന്ത പെട്ടെന്ന് നമുക്ക് ജീവനും ചൈതന്യവും തരുന്ന മെമ്മറിയാണ്. क्योंकि अभी एक्चुअली अंग्रेजी में जब पढ़ते समय में धर्मी जन का याद ही आशीषित है करके हम पढ़ते हैं। वो हिंदी में बराबर नहीं आया है, क्योंकि एक धर्मी जन जो भी सोचता है वो हमेशा प्रभु के बारे में सोचता है, इसलिए वो आशीष और आशीर्वाद का बारे में ही सोचता है। അവിടെ അതിന്റെ 10ാം അധ്യായത്തിന്റെ സദൃശവാക്യം ഇപ്പോൾ വായിച്ച അധ്യായത്തിന്റെ അതിന്റെ 8ാം വാക്യം 6ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നു. वहां पर हम देखते हैं वाक्य 6 में पढ़ते समय में धर्मी जन को बहुत से आशीर्वाद होते हैं। അവിടെ നമ്മൾ വായിച്ചത് 6ാം വാക്യത്തിൽ എന്താണ്? वाक्य 6 में हम पढ़ते हैं कि धर्मी जन के जो सिर में बहुत से आशीष है। ഇന്ന് ഇവിടെ സിർ എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ മനസ്സിലേക്ക് ദൈവത്തെ ഓർക്കുമ്പോൾ, ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ചത്, നമുക്ക് വേണ്ടി ക്രിസ്തു അനുഭവിച്ച കാര്യങ്ങളൊക്കെയും നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൃതാർത്ഥരാകുകയും നമ്മുടെ ശിരസിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ അധികമായ അനുഗ്രഹങ്ങൾ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. तो वो धर्मी जन बहुत सोचता है, मतलब क्या वो हृदय भर में प्रभु के बारे में वो सोचते रहता है। तो जब वो प्रभु ने उसके लिए क्या क्या किया है, ये सब बारे में जब सोचते समय में क्या होता है, स्वर्ग का आशीर्वाद, स्वर्ग का आशीष उसको मिलते रहता है। നമ്മൾ അതിന്റെ 111ാം സങ്കീർത്തനം 4ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 111 का 4 में हम पढ़ते हैं, उसने अपने आश्चर्य कर्मों का स्मरण कराया है। यह वो अनुग्रहकारी और दयावंत है। നമ്മള് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ അതിന്റെ 111ാം സങ്കീർത്തനം വായിക്കുന്നത്. हम लोग प्रभु को पूरा मन से सेवा करने का विषय का आते समय में है 111 भजन संगीता लिखा गया है। 1ാം വാക്യത്തിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക. പൂർണ്ണ ഹൃദയം ഉദ്ദേശിക്കുന്നത് പൂർണ്ണ സമയം. तो वहां पर उसका पहला वाक्य में पढ़ते समय में देखता है, वो कहता है कि मैं मेरा संपूर्ण मन से मैं यहोवा को मैं धन्यवाद करते रहूंगा। तो संपूर्ण मन से करूंगा करके मतलब क्या है, जितना भी समय वो व्यक्ति को है वो पूरा समय लेकर प्रभु का धन्यवाद करता रहूंगा। അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു നീതിമാൻ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ്. ദൈവം എനിക്ക് വേണ്ടി, എന്റെ പ്രാണനു വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നുള്ള അവന്റെ പ്രവൃത്തികളെ ഹൃദയത്തിൽ ഓർക്കുന്നത് വളരെയധികം ശോധന ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ടതാണ്, കൺസിഡർ ചെയ്യേണ്ടതാണ്, അതിന് 1ാം സ്ഥാനം കൊടുക്കേണ്ടതാണ്. ആ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് നമുക്ക് ഹൃദയത്തിൽ വ്യസനവും കയ്പും ഉളവാക്കാൻ കാരണമായി തീരുന്നു. तो और 2 और 3 वाक्य पढ़ते समय में हम लोग क्या प्रभु का बातों को हम देखकर धन्यवाद करना चाहिए। यहोवा ने जो जो काम जो हमारे लिए किए हैं, जो हमारा आत्मा के उद्धार के विषय के लिए जो जो काम किया है, वो सब काम है एक विश्वासी को सदा याद करके, स्मरण करके पूरा मन से, संपूर्ण मन से उसको धन्यवाद देते रहना है। अगर ये बात छोड़कर अगर संसार की बातों में मन करने लगेगा तो उसका हृदय में द्वेष, ईर्ष्या और कड़वाहट बढ़ जाएगी। അവിടെ നമ്മളതിന്റെ 3ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ പ്രവൃത്തികൾ കുറിച്ചുള്ള ഓർമ്മ അത് ഗ്ലോറിയാണ്, മഹത്വം കൊണ്ടുവരുന്നു. वहां पर उसका वाक्य 3 में पढ़ते समय में उसका कामों का वैभव और ऐश्वर्यमय होता है। അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മള് ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടി നിൽക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നത്, കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങളും ആ കാര്യം ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ബോധ്യം. നമ്മൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉള്ളപ്പോൾ എനിക്ക് ഉള്ളത് കർത്താവാണ്
എന്നുള്ള ഒരു സ്ഥിരമായ ഓർമ്മ നമ്മുടെ മനസ്സ് നല്ല സുബോധമുള്ളതാ ആക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിനെയും അവന്റെ പ്രവൃത്തി അല്ലാതെ ഭൂമിയിലെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ സുബോധമുള്ളവരല്ല. കാരണം നമ്മുടെ വികാരങ്ങളിലൊക്കെയും നമ്മള് ക്ഷിപ്രകോപികളാകുകയും പെട്ടെന്ന് നമ്മള് നിരാശരായി തീരുന്നൊക്കെയും ചെയ്യുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വാല്യൂ വേണ്ടതുപോലെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. तो वो इसके लिए प्रभु हमेशा हमारे बारे में सोचता था, हमारे बारे में सोचता रहता था। उसका मन और चिंता हमेशा हमारे विषय में, वो याद में और स्मरण में वो जीता है। इसके लिए प्रभु कहता है कि मैं आया तुम्हारे लिए, मैं आया हूं करके प्रभु ने इस विषय में गवाही दिया है। इसी समय में जब हम लोग इस दुनिया में जीते समय में हम लोग को भी प्रभु का विषय में, प्रभु ने जो हमारे लिए कार्य किया है, उसका काम जो कितना वैभवशाली है और इतना जो अद्भुत कार्य जो उसने किया है, उसी कामों को हमें याद करना, स्मरण करके जीना है। नहीं तो बहुत बार हमारा विश्वासी जीवन क्रोध में, गुस्सा और ईर्ष्या में और वैरभाव में, नफरत में बदल जाता है, क्योंकि हम लोग प्रभु को, जो प्रभु ने हमारे लिए जितना मूल स्थान दिया है उतना प्रभु को मूल स्थान नहीं देता है, तो हमारे अंदर श्रापित बातें बढ़ जाती है। കാരണം നമ്മുടെ മനസ്സ് എന്തെങ്കിലും ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യണം. 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സിന് പ്രവൃത്തിയുണ്ട്. കാരണം മനസ്സ് അങ്ങനെ 24 മണിക്കൂറും ഫങ്ഷനബിൾ ആണ്. എന്നാൽ എന്താണ് ചിന്തിക്കുന്നത്? നമ്മള് ഏലിയുടെ മക്കളെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവര് കർത്താവിനെ ഓർക്കാത്തവരും ദുഷ്ടന്മാരുമായിരുന്നു എന്നാണ്. അപ്പം കർത്താവിനെ ഓർക്കാത്തത് ദുഷ്ടഹൃദയം ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ ഓർക്കാൻ കഴിയുന്നില്ല. तो इसके लिए हमारा मन का स्वभाव, मन को हमेशा कुछ ना तो कुछ सोचते रहना, ये उसका मन का स्वभाव है। तो वो 24 घंटा कुछ ना तो कुछ सोचते रहता है। यहाँ तक कि नींद में भी हमारा मन का क्षमता है कि वो कुछ ना तो कुछ सोचते रहता है। ये है मन का स्वभाव। तो वो तब क्या होता है, मन को जब अगर सोचते समय में प्रभु को अगर हम लोग अलग करके रखेंगे, तब हम लोग दुष्ट बन जाते हैं। उदाहरण के लिए हम एली के बच्चों के विषय में पढ़ते समय में वो लोग ने अपना मन में यहोवा को वो लोग नहीं रखा था और उन्होंने दुष्ट काम किया था, जिसके वजह से है वो एली के बच्चे गिर गए। तो ये इसलिए हम लोग जब प्रभु को हमारा मन में स्थान नहीं देंगे तो हम गिर जाते हैं, दुष्टता में पड़ जाते हैं। അപ്പൊ അവന്റെ അത്ഭുത പ്രവൃത്തികളെ, നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്, ഓർക്കുന്നത് അത് തേജസ്സിന്റെ കാര്യമാണ്, തേജസ് കൊണ്ടുവരുന്ന കാര്യമാണ്. तो जो यहोवा ने जो बड़े बड़े काम जो मेरे लिए किया है, जो अद्भुत काम मेरे लिए किया है, ये सब बातें जब सोचते समय में वो वैभव लाने वाला, मेरे अंदर महिमा लाने वाला अवस्था को लेकर आता है। അപ്പൊ നമ്മുടെ ഈ പുതിയ നിയമത്തിലെ നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ മർമ്മമായി ദൈവം വെച്ചിരുന്നതാണ്. പുത്രനെ അയക്കുന്നതും അവനെ ക്രൂശിക്കുന്നതും നമ്മുടെ പാപങ്ങൾ അവനെ ചുമത്തുന്നതും അവന്റെ അക്കൗണ്ടിൽ നമുക്ക് നീതിവാന്മാരായി തീരുന്നതും അവന്റെ നന്മ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെയും ദൈവം ഒരു മർമ്മമായി വെച്ചിരുന്നു. ആ മർമ്മം ഒരു ജ്ഞാനമാണ്. അതാ കൊരിന്ത ലേഖനത്തിൽ വായിക്കുന്നത്, 1 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം. तो प्रभु ने मनुष्य जात को बचाने का विषय में जब आते समय में, प्रभु ने जब मनुष्य जात को बचाया था, बचाने से पहले वो प्रभु अपना पुत्र को भेजेगा, वो भेजने का विषय जो है वो एक रहस्य रीति में रखा था, भेद के विषय में रखा था, जो कोई जानता नहीं था। ये पुत्र आएगा, हमारे लिए मरेगा, मुक्ति का काम करेगा, हमें छुटकारा देगा, ये सब बातें प्रभु ने भेद करके रखा था, कोई जानता नहीं था। അത് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, 1 कोरिन्थियर 2:7 में जब हम पढ़ते हैं, നമ്മൾ ചെയ്യുന്നു, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം എന്താണെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ എത്തുമ്പോൾ അത് ദൈവത്തിൽ തന്നെയാണ് നമ്മൾ ഓർക്കുന്നത്. ആ ജ്ഞാനം കൊണ്ടാണോ, ജഡജ്ഞാനം കൊണ്ട് ദൈവത്തെ ഓർക്കാൻ പറ്റില്ല. तो वहां पर वाक्य 7 में पढ़ते समय में, परंतु हम परमेश्वर का वो गुप्त ज्ञान वेद की रीति से बताते हैं, जिसने परमेश्वर ने सनातन के हमारी महिमा के लिए ठहरा कर रखी थी। तो प्रभु के बातें, जो भी बातें हैं, वो ज्ञान के रूप में जो गुप्त में था, वो ये बातें जब आत्मा में हम लोग मनन करते समय में ये ज्ञान हमको मिलता है, तब हम प्रभु ने हमारे लिए क्या क्या किया है वो हमें याद करने के लिए प्रभु हमको समझ देता है। परंतु संसार का बुद्धि, संसार का ज्ञान से हम लोग कभी भी प्रभु के बातों को नहीं समझ सकते। നമ്മള് കർത്താവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവനെ വേറെ ഒന്നും ഓർക്കാതെ കർത്താവിനെ തന്നെ ഓർത്തുകൊണ്ട് മൗനമായി ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. കർത്താവിനെ നമ്മുടെ വികാരങ്ങളിൽ സ്നേഹം കൊണ്ട് നിറയുകയും ദൈവം നമ്മെ സ്നേഹിച്ചത് ഓർക്കുകയും ചെയ്യുമ്പോൾ നമുക്ക്
ഫലപ്രദമായ ഒരു ദേഹി, ഒരു നല്ല ദേഹി, ദൈവത്തെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന ഒരു ദേഹിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. तो प्रभु को मनन करना मतलब भी वही है। प्रभु को मनन करना मतलब क्या? पूरा मन से प्रभु का ध्यान करना, प्रभु के बारे में सोचना, प्रभु के। तो इस तरह सचमुच जब प्रभु के बारे में सोचते रहते समय में हम लोग शांत रहकर अपना मन को समर्पण करते समय में, प्रभु का को मनन करते समय में हम उस प्रभु का ज्ञान में हम बढ़ जाते हैं। वो ज्ञान में बढ़ने वाला वो व्यक्ति का प्राण एक आशीष में और एक अच्छा प्राण रहता है जो प्रभु के बारे में सोचता है। അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഏർലി ടൈം, നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ കുറച്ച് സമയം അല്ലെങ്കിൽ 1, 2, 3 മണിക്കൂർ ക്രിസ്തുവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ആകുകയും ആ ദിവസം മുഴുവനും ദൈവത്തിന്റെ ഓർമ്മ നമ്മളിൽ എത്താൻ നമ്മുടെ ഹൃദയത്തെ ദൈവം ഗൈഡ് ചെയ്യും. तो इसके लिए सवेरे सवेरे जब उठते समय में पहला चीज हमें कम से कम 2 घंटा 3 घंटा अगर समय हटाकर उठते, पहला चीज अगर हम लोग प्रभु को याद में स्मरण करने के लिए अपना समय देंगे, प्रभु को याद करते रहेंगे, मनन करते रहेंगे, तो दिन भर प्रभु चलाएगा। तो जब वो सवेरे उठते ही जब हम मनन करते समय में हम लोग उस दिन हम लोग पवित्र आत्मा का नियंत्रण में आ जाता है और प्रभु की ज्ञान की बातें और समझने के लिए प्रभु हमको समझ देकर आत्मा में पूरा दिन चलाएगा। അപ്പൊ മനസ്സ് ക്രിസ്തുവിൽ ഏകീകരിച്ച് നമ്മുടെ ഹൃദയം ക്രിസ്തുവിനായിട്ട് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാനുള്ളൊരു സമയം ആവശ്യമാണ്. കാരണം നമ്മളത് ഒട്ടും നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരും നിരാശിതരും ദുഃഖിതരും സമാധാനമില്ലാത്തവരും ചിന്നിവരും കുഴഞ്ഞവരുമായിട്ട് മാറുന്നു. तो हमें हमारा मन को हमें प्रभु में लाने के लिए, वो प्रभु का आत्मा के नियंत्रण में लाने के लिए थोड़ा समय हमें निकालना जरूरी है। यदि एक विश्वासी के जीवन में प्रभु में आने के लिए समय नहीं रहेगा तो वो पूरा दिन फिर अशांति, निराशा, दुख और इस तरह के विषयों में वो बंधित रहेगा। അപ്പം ദൈവം എപ്പോഴും നമ്മളെ ഓർക്കുന്നുണ്ട്. परमेश्वर तो हमेशा हमको याद करता है। അപ്പോൾ നമ്മളും കൂടെ ഓർക്കുമ്പോഴാണ് നമുക്കൊരു കൂട്ടായ്മ, നമുക്ക് ദൈവത്തിൻ്റെതായ ആ സ്നേഹത്തിന്റെ ആ വ്യാപാരം മാത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ലോകപരമായ ഒരു ബന്ധമില്ല, ദൈവമക്കളാണ്. നമുക്കൊരു കൂട്ടായ്മയിൽ വരണമെങ്കിൽ രണ്ടുപേരും ഒക്കണം ഒരു കാര്യത്തില്. तो प्रभु तो हमेशा हमें याद करता रहता है, परंतु उसी के साथ साथ जब हम भी प्रभु को जब याद करते हैं, स्मरण करते हैं, तब वो संगति बन जाता है। क्योंकि 2 लोग एक मन होंगे तभी वो संगति का अनुभव में होता है। അപ്പൊ ലോകത്തിൽ ആരും ഇങ്ങനെ നമ്മളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. संसार में, इस दुनिया में ऐसा कोई नहीं है जो हमें निरंतर याद करते रहता है। നമ്മളെ ഓർക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർക്കുന്നത് കർത്താവ്. परंतु प्रभु जब हमें याद करता है तो वो भलाई के लिए हमें याद करता है। നമ്മൾ നശിച്ചു പോകണമെന്നോ നമുക്ക് എന്തേലും ദുഷ്ടത വരണമെന്നോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈർഷ്യയോ പകയോ പിണക്കമില്ല. അവൻ എപ്പോഴും നല്ല ജ്ഞാനത്തോടെ നല്ല നന്മ മാത്രമാണ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. परमेश्वर जब भी हमें सोचते समय में हमारा विनाश हो जाए, हमारा नाश हो जाए, हमें नुकसान हो जाए, ये सब बातें नहीं सोचता। प्रभु हमेशा हमारा भलाई के लिए और अच्छाई के लिए सोचता है। क्योंकि परमेश्वर के अंदर ईर्ष्या, नफरत, द्वेष, ऐसा श्राप की बातें कुछ भी ऐसा नहीं है। प्रभु जो भी सोचता है हमारा अच्छे के लिए ही सोचता है। അപ്പം നമ്മുടെ ഈ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ യുഗത്തിലും അടുത്ത യുഗത്തിലും നമുക്ക് ഒരു സ്മരണയെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. അത് കർത്താവിനെ നമ്മൾ ഓർക്കുക. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ടുപോയാൽ നമ്മൾ പെട്ടെന്ന് ഡിഫൈൽ ആകും, എന്ന് പറഞ്ഞാൽ നമ്മൾ വഷളായി പോകും. तो इसके लिए ये युग हो या आने वाला युग हो, जितना भी युग हो, हमें स्मरण करने के लिए, याद करने के लिए, मनन करने के लिए एक ही बात है, वो है हमें प्रभु के बारे में याद करना। यदि प्रभु के ओर का वो मन को अगर हम लोग हटा दे, वो सीधाईपन में जो प्रभु ने हमको रखा है उस मन से अगर हम लोग भटक जाएंगे तो हम लोग जल्दी भ्रष्ट हो जाएंगे। അപ്പൊ ഇവിടെ നമ്മള് കർത്താവ് എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. एफेसियों का पुस्तक 5वां अध्याय में प्रभु वहां पर एक बात कहता है। നമ്മളിപ്പോൾ ചിന്തിച്ച വിഷയമാണ്. അതായത് അതിന്റെ 5-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യവും വായിക്കുകയാണെങ്കിൽ हम लोग ने अभी जो सोचा था वही विषय में एफेसियों का पुस्तक 5 का उसका 15 और 16 में, കാരണം ഇത് ദുഷ്കാലമാകയാൽ എന്നുള്ള അതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ദുഷ്കാലം എന്ന് പറഞ്ഞാൽ ഇത് ഇവിൾ ഡേയ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും ലോകത്തിലുണ്ട്. ഇത് ഇന്ന് വളരെ ആകർഷണീയമാണ്. അപ്പം പോകാനുള്ള സാധ്യതകൾ വളരെ ഉള്ളത് കൊണ്ട് ഇവിൾ ഡേ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇവിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് കർത്താവിനെ മറന്നു പോകുന്നതാണ്.
तो इसके लिए हम लोग ऐसा समय में जी रहे हैं जो एकदम बुरा है। हम लोग बुरे समयों में, बुरा दिन में हम जी रहे हैं। ऐसा परिस्थिति के संसार में ऐसा बहुत सी चीजें, आकर्षण करने वाला चीजें, मोह करने वाला चीज है जो हमें प्रभु से दूर करता है। जब एक विश्वासी जिस क्षण में प्रभु से दूर हो जाता है, वो दुष्टता में चले जाता है, बुराई करने लगता है। അപ്പൊ നമ്മള് അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ, അതിന്റെ इसलिए 17-ാം വാക്യം, उसका 17 में इसलिए वहां पर कहता है कि इस कारण तुम लोग निर्बुद्धि ना हो। ബുദ്ധിഹീനരാകുക എന്ന് പറഞ്ഞ അർത്ഥം, ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിവേകമില്ലാതെ ഇരുണ്ടു പോകുന്നു. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അജ്ഞാനികളായി പോകുന്നു. तो मतलब निर्बुद्धि हो जाना मतलब क्या है? हम लोग वो लोग होना चाहिए था जो हमेशा प्रभु के बारे में सोचना चाहिए था, परंतु हम लोग क्या हो गए? हम लोग निर्बुद्धि हो गए। हम लोग अपने आप को बोलने लगे कि हम लोग बहुत ज्ञानवान है, परंतु हम लोग निर्बुद्धि बन गए। സമയത്തെ നേടാനാണ് പറയുന്നത്, പണം നേടാനല്ല, സമയം. तो इसके लिए हमें क्या करना? अवसर को बहुमूल्य समझ, अवसर यानी कि समय को मूल्यवान समझना है, समय को इस्तेमाल करना है, समय को हमें कमाना है, धन को कमाना है करके कभी वचन में बोला नहीं है। അങ്ങനെ നമ്മൾ നേടുന്നത് ക്രിസ്തുവിനെയാണ്. അവനെ ചിന്തിച്ചും ധ്യാനിച്ചും അവനെ നേടി, അവനെയും കൊണ്ടാണ് നമ്മൾ നേടുന്നതാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. और फिर इस तरह जितना समय हमने प्रभु के बारे में सोचा है, हम लोग क्या कर रहे हैं? जितना प्रभु को आत्मा में सोचते हैं उतना प्रभु को कमा रहे हैं। तो इस तरह हम लोग प्रभु को कमाकर हम लोग स्वर्ग में जा रहे हैं। അപ്പോൾ നമ്മൾ ജ്ഞാനം പ്രാപിച്ചു ചെല്ലുമ്പോൾ ആ ജ്ഞാനത്തിന്റെ മെഷർ അനുസരിച്ചുള്ള തേജസ് ഒരുക്കിയിട്ടുണ്ട്. इसके लिए हम लोग ने जितना ज्ञान से प्रभु को हमने पाया है, वो पाकर जब हम लोग स्वर्ग में जाएंगे, उसका ज्ञान के हिसाब से प्रभु ने हमारे लिए महिमा तैयार करके रखा है। ദൈവഹൃദയത്തിൽ മർമ്മമായ ജ്ഞാനം ആണ്, അത് തേജസ് ആണെന്നാണ് നമ്മള് കൊരിന്ത്യർ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ വായിച്ചത്. हमने कोरिन्थियों का पुस्तक 2 अध्याय में पढ़ा था, परमेश्वर के हृदय में जो ज्ञान की बातें थे, जो गुप्त में था, रहस्य में था, वो हमारा महिमा के विषय में था। അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞ ഇതാണ്. और ज्योति में चलना है मतलब भी यही है। ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒഴിച്ചു നിർത്തി ലോകകാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ഭൂമിയിലുള്ള വിഷയങ്ങൾ കർത്താവിനോട് ചേർത്ത് വെക്കാതെ ചിന്തിക്കുന്നതാണ്. ഏത് വിഷയവും നമുക്ക് ഭൂമിയിലുള്ളതിനെ കർത്താവ് നമുക്കുണ്ട്, അവനോട് പറയുക, കർത്താവ് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, എന്റെ ആവശ്യങ്ങളിൽ ദൈവ ഓർമ്മയുണ്ട് ദൈവത്തിന്, അത് ഞാൻ മനസ്സിലാക്കണം. तो इसके लिए अंधकार में चलना मतलब क्या है? प्रभु को हटाकर, प्रभु को अलग करके जब हम जो भी बातें सोचते हैं, वो अवस्था है अंधकार का अवस्था। क्योंकि जब प्रभु हमारा मन में नहीं रहेगा तो हम लोग अंधकार के अवस्थे में चले जाते हैं। इसलिए हम दुनिया में जब जीते समय में हमें हर बातों को प्रभु को बात को मन में रखते हुए, प्रभु को याद करते हुए, प्रभु को मन में रखते हुए हमें सब बातें सोचना है, सब बातें करना है। जैसे फिलिपियों में हम देखते हैं समय में कोई भी बात में हम लोग चंचलित ना हो, बल्कि सब बातों में धन्यवाद के साथ प्रभु को चढ़ाए, मतलब उसको याद करते हुए हमें प्रभु को अर्पण करना है। അപ്പൊ നമ്മുടെ മനസ്സും ഇച്ഛയും വികാരവും യേശുവിനെ പോലെ ആകണമെങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തയുടെ മണ്ഡലം യേശുക്രിസ്തുവിന്റെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ടാകുമ്പോൾ നമ്മളിൽ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. നമ്മളിൽ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഓർക്കുക, ക്രിസ്തുവിനെ, ഞാൻ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. तो इसके लिए आज हमें जो प्रभु ने समय दिया है, वो प्रभु को याद करने के लिए, प्रभु को स्मरण करने के विषय के लिए है। तो तभी हम लोग क्या होता है? पुत्र के रूप में अनुरूप होता है। इसलिए प्रभु ने पवित्र आत्मा को भेजा है। पवित्र आत्मा को भेजने का उद्देश्य क्या था? जब सत्य का आत्मा आएगा, वो तुमको मेरे सब बातें तुमको याद दिलाएगा। प्रभु को याद करने का समय प्रभु ने हमको दिया है। നമുക്ക് പരസ്പരം പ്രബോധിപ്പിക്കുവാനും പരസ്പരം പറഞ്ഞ് ധൈര്യപ്പെടുത്താനും ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കർത്താവിനെ ഓർക്കുക എന്ന് നമ്മൾ പരസ്പരം പറയുകയും പറയുന്ന വ്യക്തി കർത്താവിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാണ്. കാരണം അവനെ ഓർക്കുന്നതിലൂടെയാണ്, അവനെ ചിന്തിക്കുന്നതിലൂടെയാണ് നമ്മൾ അവനെ അറിയുന്നത്. അവനെ ഓർക്കുന്തോറും അവനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മളിൽ വർദ്ധിക്കും. तो इसके लिए हमें जब एक दूसरे को जब हम मिलते हैं समय में, एक दूसरे को प्रोत्साहन करने के लिए, एक दूसरे को बताने के लिए, वो एक ही बात है, वो है कि प्रभु को तुम याद करो, प्रभु को तुम स्मरण करो। एक दूसरे को बोलने का हमारा एक ही विषय है, वो क्या है? प्रभु को हमें याद करना। जो व्यक्ति ये बात सुनकर प्रभु को याद करता है, वो आशीष में अवस्थे में हो जाता है, और प्रभु को स्मरण करते करते वो मसीह में वो भर जाता है।
അപ്പൊ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. क्योंकि धर्मी जन का जो विचार है वो हमेशा आशीषित है, आशीर्वादित है। ഓ ചിന്തയിൽ പോലും നമുക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ കഴിയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. तो जरा सोचो ना, हमारा सोच विचार में भी अगर कुछ आशीर्वाद की बातें या आशीष की बातें लाया तो कितना आशीषमय बात, धन्य बातें हैं वो। ഒരു അധ്വാനവും ഇല്ലാതെ എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കർത്താവിനെ ഓർക്കുക, ചിന്തിക്കുക. കാരണം അതിന്റെ പിന്നിൽ ഞാൻ ചിന്തിക്കുന്നത് കർത്താവിന്റെ അധ്വാനത്തെയാണ് ഓർക്കുന്നത്. तो നിങ്ങൾ इस അധ്വാനിച്ചിട്ടില്ലാത്തത് പ്രാപിപ്പാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഒരുവൻ അധ്വാനിച്ചു, പക്ഷെ നമ്മൾ അത് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമാവുന്നുള്ളൂ. तो ये हमें सोचना कि कुछ बातें सोचना, संकल्प करना, विचार करना, मनन करना, इसमें कोई मेहनत नहीं है। हमें बिना मेहनत से हमें प्रभु के बारे में सोच रहे हैं, और सोचते समय में हमें एक बात समझना है, वो प्रभु है जिसने मेहनत किया है। मतलब हम ऐसी चीजों को सोच रहे हैं जो प्रभु ने हमारे लिए मेहनत करके कार्य किया हुआ बातें। तो प्रभु हमको ऐसा सब बातों को सोचने के लिए बोल रहे हैं जिसका मेहनत हमने कुछ नहीं किया हो, सारा मेहनत प्रभु ने किया है। ऐसा बातें सोच समय प्रभु ने हमको दिया है। നമ്മുടെ ദേഹിയെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഏക വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമുക്ക് കൂടെ കൂടെ ഓർക്കുക. നമ്മള് നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മള് ഇവൻ ഫോൺ വിളിക്കുമ്പോൾ പോലും ക്രിസ്തുവിനെ മറന്ന് ഒന്നും ചെയ്യാതെ ക്രിസ്തുവിനെ ഓർക്കാനുള്ള ഒരു കൃപ കർത്താവിനോട് ചോദിക്കണം. നിന്നെ ഓർക്കാനുള്ള കൃപ എനിക്ക് തരണം, ഞാൻ എപ്പോഴും നിന്നെ മറന്നു പോകുന്നു. കർത്താവേ, ഞാൻ ബലഹീനനാണ്, എന്നെ സഹായിക്കണം. ഇങ്ങനെ ബലഹീനരെ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തും, അവന്റെ ആത്മാവിൽ കൂടെ അവൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. इसके लिए प्राण का उद्धार के विषय के लिए जो सबसे अच्छा और उत्तम बात है जो हमारा प्राण के उद्धार में हमें बढ़ने के लिए, वो है हर पल प्रभु के बारे में हमें सोचते रहना, प्रभु ने किया हुआ कार्य को हमेशा हमें याद करते रहना और उसको धन्यवाद देते रहना। ये एक विश्वासी के, हर एक विश्वासी के लिए अनिवार्य है। അങ്ങനെ നമ്മുടെ മനസ്സ് ക്രിസ്തുവിന് അധീനമാകുമ്പോൾ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ നമ്മള് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട്, അല്ലെങ്കിൽ നീതിമാന്റെ ഓർമ്മ അവന്റെ ശിരസിലേക്ക്, അവന്റെ മനസ്സിലേക്ക് ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. जिस वजह से प्रभु के बारे में सोचते रहते समय में वो विश्वासी आशीष में आशीर्वादित होता है। इसलिए धर्मी जन हमेशा अपने सिर पर वो आशीर्वाद से भरा हुआ है, क्योंकि प्रभु के बारे में सोचते रहता है तो वो आशीष उसको मिलते रहता है। അവിടെ നമ്മള് അവനെ ഓർക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രോവേർബ്സ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ नीति वचन 1 अध्याय 28-ാം വാക്യം, उसका 28वां वाक्य में हम देखते हैं, എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. Proverbs 23 23वां वाक्य में है, तू मेरे डांट सुनकर मन फिराओ, सुनो और अपनी आत्मा तुम्हारे लिए उंडेल दूंगा। അവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്ന് ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ ദൈവിക ജ്ഞാനം തരും. ആത്മാവ് ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം ആത്മാവിൽ നമുക്ക് കിട്ടും. तो यहाँ पर अपना आत्मा उंडेल के देगा, मतलब वो कुछ किस उद्देश्य से बोल रहा है, जब हम प्रभु की उपस्थिति में मन फिरा के आएंगे तो प्रभु हमें अपना ज्ञान की बात, आत्मा का ज्ञान का आत्मा हमको देगा, ताकि प्रभु के बारे में और सही रीति से हम समझ सके, उसका बातों को जान सके। वो ज्ञान का आत्मा हमारे ऊपर उंडेलेगा। നമ്മള് സദൃശവാക്യം 3-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയവുമായി ദൈവത്തെ ആശ്രയിക്കുന്നില്ല. അവിടെ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവൻ വളരെ ഫോഷനാണ്. तो वहां पर इसके लिए हमें पूरा मन से प्रभु की उपस्थिति में रहना है। वाक्य 5 में पढ़ते समय में, तुम अपनी समझ के का सहारा में लेगा तो वरण स्मरण मन बोले, जो स्मरण मन यहोवा पर भरोसा रखता है। जो व्यक्ति अपना मन पर जिएगा वो कभी भी संपूर्ण मन से प्रभु को स्मरण करके जीने नहीं हो पाएगा। അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവനെ ചിന്തിച്ചുകൊള്ളുക. നമ്മുടെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോട്ട് ലൈഫ്. നമ്മുടെ തോട്ട് ലൈഫ് നമുക്ക് ഏതൊരു പ്രയാസം വന്നാലും ക്രിസ്തുവിനെ ഓർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായി തീരാൻ അത് ദൈവം അനുഗ്രഹിക്കും. और फिर क्या करना, उसको स्मरण करने के लिए सब काम करना, यानी कि सब काम करना मतलब क्या, हमारा सारे विचार, हमारा सारा संकल्प हमें क्या करना है, प्रभु को स्मरण करने के लिए हमें इस्तेमाल करना है, जो हमें पूरा मन से हमें अपने आप को समर्पित करके करना है।
വേറെ ലോകത്തിൽ ആരെ ഓർത്താലും അത് ഈ രീതിയിൽ അനുഗ്രഹം നമ്മൾ സഭയിലുള്ളവരൊക്കെ ഓർക്കുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിലാണ്. इसीलिए हमें जब प्रभु में रहते समय में रहकर हम दूसरों के बारे में सोचेंगे तो उसमें एक आशीष है। उदाहरण के लिए जब हम भाइयों के बारे में सोचता है तो वो क्यों मसीह में भरकर है, हम भाइयों के बारे में सोचते हैं तो वो आशीर्वाद और आशीष का कारण बनता है। ഒരു നല്ല മനസ്സിന് ഉടമയാകാൻ കർത്താവ് എപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. एक अच्छा मन का अवस्थे में बना रहना ये प्रभु चाहता है। കർത്താവ് നമ്മളെ അങ്ങനെ നടത്തട്ടെ. इसलिए प्रभु हमें चलाए। നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ അവനെ ഓർക്കാതെ പോയ നന്ദികേട് ഏറ്റുപറഞ്ഞ് നമ്മളെ നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതും നമ്മുടെ വശത്തുള്ള നല്ല ഓർമ്മയാണ് കൊണ്ടുവരുന്നത്. इसीलिए हमारे जीवन में जब भी कोई कमी घटी आते समय में उस समय में तुरंत हमें मन फिराकर प्रभु की उपस्थिति में आना है। ये मन फिराते समय में हमें समझ में आता है कि हमसे कुछ गलती हुई है, हमने कुछ गलती किया है, वो एहसास करना भी एक विश्वासी के लिए धर्मी जन का एक अच्छा स्वभाव है। മാനസാന്തരം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഒരു ദിവസം പല പ്രാവശ്യം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. मन फिराना बोलो तो एक विश्वासी के जीवन में बहुत जरूरत बात है। वो दिन में उसको बहुत बार कई बार उसको मन फिराना चाहिए। കാരണം മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിനെ ഓർത്ത് ഉറപ്പിക്കുന്നതാണ് മാനസാന്തരം. मन फिरना मतलब क्या है? हमारा मन को वापस मसीह के केंद्र में लाना, मसीह के बारे में सोचना, मसीह के बारे में संकल्प करना, वही उसी का अर्थ है मन फिराना। മനസ്സുകൊണ്ട് അവനോട് പറ്റിച്ചേരുക. मन से उसके साथ एक हो जाना, उसके साथ लिपटा रहना। കാരണം ക്രിസ്തു മാത്രമാണ് നമുക്ക് മനസ്സുകൊണ്ട് നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേരാൻ നമുക്ക് എത്ര ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. क्योंकि हम प्रभु ही एक ऐसा एक उत्तम और सबसे श्रेष्ठ व्यक्ति है और हम लोग कितना भाग्य और धन्यशाली लोग हैं, इस महान प्रभु के बारे में सोचने का विषय और मन हमको मौका मिला है। കർത്താവ് നമ്മളെ അവനെ ഓർക്കുന്നതിലൂടെ ആ അനുഗ്രഹം എന്താണെന്നുള്ളത് കർത്താവ് നമുക്ക് കാണിച്ചു തരട്ടെ. അനുഗ്രഹം ഇന്ന് പലരും പറയുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഭൗമ്യമായ കാര്യങ്ങളാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹമാണ്. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. इसलिए प्रभु हमें आशीष, सच्चा आशीष क्या है, सच्चा आशीर्वाद क्या है, वो बात हमें समझने के लिए प्रभु हमें सहायता करे। आज संसार के लोग या बहुत से संसारी लोग, विश्वासी जो नामधारी लोग हैं, वो जो प्रभु में बड़े नहीं, वो लोग सब लोग यीशु का नाम लेकर संसार की बातों को सोचकर वो लोग बोलते हैं हमें आशीर्वाद मिला, आशीष मिला, परंतु वैसा नहीं है। प्रभु के बारे में सोचना ही एक आशीष की बात है, एक आशीर्वाद की बातें है जो धर्मी जन करता है। നമ്മൾ കർത്താവിനെ ഓർക്കുമ്പോൾ നമ്മൾ കൂട്ടായ്മയിലുള്ളവരെ ഓർക്കുകയും നമ്മളെ അവരുടെ കാര്യങ്ങളിലൊക്കെയും നമ്മുടെ നല്ല ഹൃദയത്തിൽ നല്ല ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മളെ സഹോദരന്മാരെ കാണുന്നതോ ഓർക്കുന്നതോ ഒന്നും നമുക്ക് വളരെ അസഹ്യമായ ഒരു കാര്യമാണ്. അതായത് കർത്താവിന്റെ കൃപ എന്ന് പറയുന്നത് നമുക്ക് അനേകരെ വഹിപ്പാനും അനേകരെ ഓർക്കാനും ഇടവരുന്നത് ക്രിസ്തുവിനെ ഓർക്കുന്നതിലൂടെയാണ്. तो हम जब प्रभु को जब याद करते हैं, प्रभु को स्मरण करते रहते हैं, प्रभु का विषय में हमेशा मनन में लाते समय में, तब हम तुरंत कलीसिया के बारे में, कलीसिया के भाइयों के बारे में हमें विचार आता है और उनके बारे में सोचने के लिए, उनके बारे में प्रार्थना करने के लिए मन होता है। परंतु जो विश्वासी प्रभु के बारे में नहीं सोचता, प्रभु में मन नहीं लगाया रहता है, उसको संगति में आने के लिए पसंद नहीं है, भाइयों को देखता तो घृणा और ईर्ष्या आता है। ये सब स्वभाव इसके लिए क्योंकि मसीह में उसका मन सिर नहीं है, इसके लिए है। സഹോദരന്മാരെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹമായത്. इसके लिए प्रभु हमें सहायता करे, एक धर्मी जन का विचार और सोच एक आशीषमय हो जाए। അവൻ നമ്മളെ ഓർക്കുന്നു, നമുക്കും അവനെ ഓർക്കാം. वो हम प्रभु हमें याद करता है, इसलिए हम भी प्रभु को याद करें, स्मरण करें। ആമേൻ. प्रेज द लॉर्ड।